പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ഒരു വർഷം മുഴുവൻ മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് മാതൃകാപരവും ആദരവുമായി ചെമ്മലമറ്റം 12 ശ്ലീഹന്മാരുടെ പള്ളി. മഴയും മഞ്ഞും ശാരീരിക അസ്വസ്ഥതകളും വകവയ്ക്കാതെ 365 ദിവസവും അൾത്താരയോട് ചേർന്ന് നിന്ന് കുർബാനയിൽ പങ്കെടുത്ത 13 സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് ഇടവക സൈക്കിളുകൾ സമ്മാനമായി നൽകിയത്. ഒരു വർഷത്തെ വിശ്വാസ പരിശീലന ക്ലാസുകൾക്കും പരീക്ഷയ്ക്കും ശേഷം വിശ്വാസോത്സവം എന്ന പേരിൽ 6 ദിവസത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ക്ലാസുകളും കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികളും ഒന്നിച്ചുള്ള പ്രോഗ്രാമുകളും ഒക്കെ നടത്തി വരികയായിരുന്നു. സൺഡേ സ്കൂളിൻ്റെ വാർഷികവും പല ഇടവകളിലും നടക്കുന്നത് ആ സമയത്താണ്. സൺഡേ സ്കൂൾ വാർഷികത്തിൻ്റെ സമയത്ത് ആ വർഷം മികവ് തെളിയിച്ച കുട്ടികൾക്ക് പഠനത്തിനും ഹാജരിനുമൊക്കെ സമ്മാനം കൊടുക്കുക എല്ലാ പള്ളികളിലും സ്വാഭാവികമാണ്. ഞങ്ങളുടെ ഈ പള്ളിയിൽ 3 വർഷമായിട്ട് എല്ലാ ദിവസവും 365 ദിവസവും വെയിലാണെങ്കിലും മഴയാണെങ്കിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ താല്പര്യം കാണിക്കുന്ന സൺഡേ സ്കൂൾ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്ന പതിവുണ്ട്. കഴിഞ്ഞ മുമ്പത്തെ വർഷം അവരെ ഒരു വിമാനയാത്രയ്ക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ വിമാനത്തിൽ കൊണ്ടുപോയി. കഴിഞ്ഞ വർഷം വന്ദേ ഭാരത് ട്രെയിനിൽ കേരളത്തിലുടനീളം ഒരു യാത്ര സംഘടിപ്പിച്ചു. ഈ വർഷം അവർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ വേണ്ടി ഒരു സൈക്കിളാണ് അവർക്ക് കൊടുത്തത്. അവർ പലരും കുട്ടികളാണ്. മറ്റ് വാഹനങ്ങൾ ഉപയോഗിക്കുവാനായിട്ട് അവർക്ക് പ്രായപരിധി ആയിട്ടില്ല, അല്ലെങ്കിൽ സാഹചര്യമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഏകദേശം 15,000 രൂപ വില വരുന്ന ഒരു സൈക്കിള് അവർ ഓരോരുത്തർക്കും കൊടുക്കുവാനായിട്ട് ഇടയായത്. ഇത് മറ്റു കുട്ടികൾക്കും ഇവർക്കും ഒന്നുപോലെ ഒരു പ്രോത്സാഹനവും ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവരെ സഭ സംരക്ഷിക്കുന്നു, ഇടവക പ്രത്യേകം കരുതുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയായിട്ടാണ് ഈ സംരംഭത്തിൽ ഞങ്ങൾ ഏർപ്പെട്ടത്. ഈ കുട്ടികൾ മറ്റു കുട്ടികൾക്ക് മാതൃകയാകും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, ഇവർ ചെറുപ്പം തൊട്ട് പഠിച്ച കാര്യം വെച്ച് നോക്കുമ്പോൾ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം ഇവർ മനസ്സിലാക്കിയവരാണ്. ആരും പ്രത്യേകിച്ചൊരു നിർബന്ധമൊന്നും ചെലുത്താതെ തന്നെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് വരുവാനായിട്ട് അവർ താല്പര്യം കാണിച്ചു. അത് ഏറ്റവും പ്രോത്സാഹനജനകമായ കാര്യമാണ്. ഇവരുടെ മാതാപിതാക്കളും അതുപോലെ തന്നെയാണ്. എല്ലാ ദിവസവും സാധിക്കുമെങ്കിൽ പള്ളിയിൽ വരുന്നവരാണ്. അങ്ങനെ സഭയെ സംബന്ധിച്ച് വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതമാണ് സഭയ്ക്കുള്ളത്. അത് കൊച്ചു കുട്ടികൾ തന്നെ പഠിച്ച് പരിശീലിച്ച് മുന്നോട്ട് വരുന്നു എന്നുള്ളത് സഭയുടെ നിലനിൽപ്പിനും ദൈവരാജ്യ മഹത്വത്തിനും ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. ശരിക്കും ഇവർ 365 ദിവസം ദേവാലയത്തിൽ വന്നു വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. ഇവരുടെ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് തന്നെ ആ കുർബാനയിൽ പങ്കെടുക്കാൻ ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതായത് ഈശോയുടെ മഹത്വം, ഈശോയ്ക്ക് വേണ്ടിയാണ് ദൈവം അവരുടെ ജീവിതത്തിൽ നൽകുന്ന ആ ഒരു കൃപ അവർ മനസ്സിലാക്കിയോണ്ടാണ്. ഈ കൂട്ടത്തിൽ +2 പഠിക്കുന്നവരുണ്ട്, 10 പഠിക്കുന്നവരുണ്ട്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവരുണ്ട്. അങ്ങനെ പല ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷേ ഇവർ നമ്മൾ സമ്മാനമൊക്കെ കൊടുക്കുന്നത് 1, 2, 3 വർഷങ്ങളൊക്കെ ആയിട്ടാണ്. പക്ഷേ അതിന് എത്രയോ മുമ്പ് 3ാം ക്ലാസ് മുതൽ 2ാം ക്ലാസ് മുതൽ മുടങ്ങാതെ 365 ദിവസവും ദേവാലയത്തിൽ വന്നവരാണ് ഇവരെല്ലാവരും. ഒരിക്കലും ഇവർ ഒരു സമ്മാനത്തിന് വേണ്ടിയോ നമ്മൾ കൊടുക്കുന്ന ഒരു പാരിതോഷികത്തിന് വേണ്ടിയല്ല. ഇവർ ഈശോയെ തിരിച്ചറിഞ്ഞ് ആ ഒരു കൃപ ഇവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവർ എന്നും ദേവാലയത്തിൽ വരുന്നതും ഇനി വരുന്നതും. ഇനി നമ്മൾ പറയുകയാണ് ഇനി അടുത്ത വർഷം മുതൽ സമ്മാനമില്ല എന്ന് പറഞ്ഞാലും ഈ കുട്ടികൾ 13 കുട്ടികളും ദേവാലയത്തിൽ വരുമെന്ന് എനിക്കുറപ്പാണ്. കുട്ടികളിൽ ആത്മീയ അച്ചടക്കവും ദൈവാശ്രയബോധവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വേറിട്ട ആദരം സംഘടിപ്പിച്ചത്. അരുവിത്തറ സെന്റ് ജോർജ് ഫൊറോണ വികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ സൈക്കിളുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ കൊല്ലംപറമ്പിൽ, ഫാദർ ജേക്കബ് കടുതോടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ആധുനിക കാലഘട്ടത്തിൽ ഡിജിറ്റൽ ലോകത്തെ വിനോദങ്ങളിൽ മുഴുകുന്ന തലമുറയ്ക്ക് ഈ കുട്ടികളുടെ അർപ്പണബോധം വലിയൊരു പാഠമാണെന്ന് ചടങ്ങിൽ സംസാരിച്ചവർ ഓർമ്മിപ്പിച്ചു. കുട്ടികളുടെ ഈ നേട്ടത്തിനു പിന്നിൽ പ്രവർത്തിച്ച മാതാപിതാക്കളെയും സൺഡേ സ്കൂൾ അധ്യാപകരെയും ചടങ്ങിൽ പ്രത്യേകം അഭിനന്ദിച്ചു. സൈക്കിളുമായി പുഞ്ചിരിയോടെ നിൽക്കുന്ന വിദ്യാർത്ഥികൾ ഇടവകയ്ക്കാകെ അഭിമാന നിമിഷമാണ് സമ്മാനിച്ചത്. ന്യൂസ് ഡെസ്ക് ഷെക്കേന ന്യൂസ്.